അപ്പോൾ നമുക്കിതൊന്ന് ചെറിയൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതുപോലത്തുള്ള കാറുകളുടെ കാലത്തെടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടാവില്ല, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നിർത്തിയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടാവാറില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറേ ദിവസമായി വണ്ടി എടുത്തിട്ട്, അപ്പോൾ ഈ കീ ഇട്ട് തിരിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കീ നിൽക്കും, ഇങ്ങനെ ഒരു ശബ്ദം മാത്രം വരുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ എന്നിട്ട് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ സിമ്പിളായിട്ട് ഹോമിൽ തന്നെ ഇരുന്ന് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടിട്ടാലോ. അപ്പോൾ ഗൈസ്, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ നമ്മളത് ഈ താക്കോല് തിരിച്ച് നോക്കണേക്കാളും നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഇത് ന്യൂട്രലാണോ നോക്കാം, ഇങ്ങനെ നീക്കിയിട്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഞെക്കി വല്ല ടൈറ്റ് ഉണ്ടോ സംഭവങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നമ്മുടെ താക്കോലിൽ ഒരു പ്രാവശ്യം തിരിക്കുമ്പോൾ ഇവിടെ സംഭവങ്ങളൊക്കെ തെളിഞ്ഞ് വരും. കണ്ടോ, എൻജിൻ്റെയും ബാറ്ററിയുടെയും ഹാൻഡ് ബ്രേക്കിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റുകയാണെങ്കിൽ അതും വ്യത്യാസം അവിടെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ബാറ്ററിയുടെ ഇത് കാണിക്കുന്നത് അത് ചാർജ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എൻജിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൺ ആദ്യം നിങ്ങൾ ഇറക്കിയുണ്ടോ നോക്കാം. ശബ്ദം ഉണ്ടെങ്കിൽ ബാറ്ററിയുടെ കുഴപ്പമാകാൻ സാധ്യതയില്ല. ചെറിയൊരു ഒച്ച വരലില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. കണ്ടോ, നമ്മുടെ ഇതങ്ങോട്ട് വരണില്ല, സ്റ്റാർട്ടാവണില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണും നമ്മുടെ ഇതിലത്തെ ഈ വെള്ളം കണ്ടോ, റേഡിയേറ്ററിലൊട്ടും വെള്ളം കാണിക്കുന്നില്ല. പെട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ മാരുതിയുടെ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യണത് തന്നെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഗൈസ്, ഇത് ചൂടായി നിൽക്കുമ്പോൾ തുറക്കരുത്. അപ്പോൾ ഇല്ലെങ്കിൽ ഓണായി നിൽക്കുന്ന സമയത്തൊക്കെ തുറന്നു കഴിഞ്ഞാൽ മൊക്കൊക്കെ പൊള്ളി പോകും. ചിലപ്പോൾ ചൂടുവെള്ളമായിരിക്കും. അതെ, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഉള്ളിൽ വെള്ളമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കീ ഓഫ് അല്ലേ എന്ന് ആദ്യം തന്നെ നോക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കാം. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ആഴ്ചയായിട്ട് കണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം റേഡിയേറ്ററിലേക്ക്. അതേ വെള്ളം പോകുന്നുണ്ട്. ഒട്ടും വെള്ളമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ കാണാം, നന്നായിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും വെള്ളം തന്നെ നമ്മുടെ റേഡിയേറ്ററിലില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. തടയാത്തുമ്പോൾ ഓക്കെ അടഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുണ്ട്, ഇതിനകത്തും വെള്ളം നമ്മുടെ നന്നായിട്ട് റേഡിയേറ്ററിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. അതെ, അടച്ചെന്ന് ഉറപ്പ് വരുത്താം. പിന്നെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് തോന്നുകയാണെങ്കിൽ ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം, മൾട്ടിമീറ്റർ വെച്ച്. പിന്നെ നമുക്ക് പതിയൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. അതിനെ നമുക്ക് ന്യൂട്രൽ ഇട്ടിട്ട് വെറുതെ ഒന്ന് തള്ളി ഇതിനൊന്ന് വല്ല എൻജിൻ വല്ലതും നമ്മുടെ ലോക്ക് ഇങ്ങനെ ഇതായി കിടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കണമെങ്കിൽ അത് മാറാൻ വേണ്ടി നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് ഇത് ന്യൂട്രൽ ഇട്ടിട്ടൊന്ന് പതിയെ തള്ളി നോക്കാം. അപ്പോൾ ഗൈസ്, തള്ളിയിപ്പോൾ നീങ്ങണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പിന്നെ നമ്മൾ ഇനി ഹാൻഡ് ബ്രേക്ക് വീണ്ടും ഇടാം. അതിന് ശേഷം ന്യൂട്രൽ ഇടാം. അതിന് ശേഷം നമ്മുടെ ഈ ക്യാപ്പൊക്കെ അടച്ചിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഫാനൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ഓണായിക്കുമ്പോൾ കൈയിടരുത്. ഇതൊക്കെ ഒന്ന് പതിയെ കറക്കി നോക്കാം. വേറെ വല്ല ഇതുപോലത്തെ വല്ല കേബിൾ മിസ്സായി പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ടാവുന്നുണ്ടോ. ഇപ്പം ന്യൂട്രലാണോ എന്ന് നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കീ ഒന്ന് തിരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് റേഡിയേറ്ററിൽ വെള്ളം കാണിക്കണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മളിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഫോണൊന്നും കേൾക്കണില്ല. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് പതിയൊന്ന് വണ്ടി തള്ളിയിട്ട് ന്യൂട്രലിൽ ഇട്ടിട്ട്, അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ടായില്ല. അപ്പോൾ നമ്മൾ തള്ളിയിട്ടൊന്ന് ന്യൂട്രലിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റാം, ന്യൂട്രലിടാം. ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡി, 1 2 3 വണ്ടി അങ്ങോട്ട് തള്ളാം.
നമ്മുടെ വണ്ടി ഏകദേശം ഓണായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം കയറണില്ല. ഫാനും കാര്യങ്ങളൊക്കെ ഫോണും വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഗൈസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് ബോണറ്റ് അടച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഓണാക്കി വെക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് അടച്ചു കൊടുക്കാം. ഓക്കെ, ഇതോടെ മര്യാദയ്ക്ക് ഈ സ്ഥലത്ത് തന്നെ വയ്ക്കുക. ശേഷം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ പതിയെ അടച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോണറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാവാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു 80% വണ്ടികളും മിക്കതും സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മുടെ ഈ റേഡിയേറ്ററിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇത് ചിലപ്പോൾ ഓടിക്കാണ്ട് കിടക്കണ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ട് തള്ളി അനക്കം കിട്ടുമ്പോൾ അതിൻ്റെ വല്ല മോട്ടറുകൾ വല്ല ജാമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തള്ളിയപ്പോഴാണ് സ്റ്റാർട്ടായത്. അത്ര നേരം ഇങ്ങനെ കീ എന്നൊരു ശബ്ദമായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓണാക്കി വെക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓണാക്കി വെക്കുക. ഇതിൻ്റെ റേഡിയേറ്ററിൽ നിന്നാണ് ഏതിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്. റേഡിയേറ്ററിൽ നിന്ന് വെള്ളം പോകണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. അതിന് ഓവർഫ്ലോ പോയതാണോ എന്നറിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് വേണം നേരെ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഓടിച്ച് കഴിയുമ്പോൾ ഇത് ശരിയാവും, ബാറ്ററിയൊക്കെ ചാർജ് ആവും. ശബ്ദമൊക്കെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ ബാക്ക് സൈഡ് കാണാം. നോക്കാം, ഇറങ്ങാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായമാർക്ക് അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാവാണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയാണ് സ്റ്റാർട്ടാക്കുന്നത് ഓണാവാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്, സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ടാവുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ബോണറ്റൊക്കെ അടച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ന്യൂട്രലാണോ നോക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കീ തിരിക്കാൻ പോവാണ്. കണ്ട നമ്മുടെ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.